ഹലോ ഗായ്സ്, വെൽക്കം ബാക്ക് ടു ആർ വ്ലോഗ് ഫോർ എവർ. ബാലവേദ ക്യാമ്പിന്റെ പാർട്ട് 1 വീഡിയോയും പാർട്ട് 2 വീഡിയോയും നിങ്ങൾ കണ്ടെന്ന് ഞാൻ വിശ്വസിക്കുന്നു. ഇത് പാർട്ട് 3 ആണ്. പാർട്ട് 3 ഇടാൻ കുറച്ച് വൈകിപ്പോയി, കാരണം സമ്മർ വെക്കേഷൻ ആയിരുന്നു. പാർട്ട് 1 നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടോ? ഈ പാർട്ട് അതിനേക്കാൾ രസകരമാണ് കേട്ടോ. ബാലവേദ ക്യാമ്പ് ഇത്ര വലിയ സംഭവമാണെന്ന് ഞങ്ങൾ ക്യാമ്പിന് പോയപ്പോഴാട്ടോ മനസ്സിലായത്. അപ്പൊ നിങ്ങളും ക്യാമ്പിൽ എന്തൊക്കെ നടന്നു എന്ന് കണ്ടു നോക്കൂ. അവതരിപ്പിക്കാൻ പോകുന്നത് ഇത് ഒരു കൂട്ടം ഷൂസുകളുടെ കഥയാണ്. ഇവർ എന്താണ് ചെയ്യാൻ പോകുന്നത്, എന്താണ് ഇവർ നേടിയതെന്നും ഞങ്ങളിവിടെ അവതരിപ്പിക്കാൻ പോകുന്നു. ഞങ്ങളെ ഓരോ ഗ്രൂപ്പുകളായി തിരിച്ചിരുന്നു. ഞങ്ങൾ ഓരോ ഗ്രൂപ്പുകാർക്കും ഓരോ കണ്ടന്റാണ് മാഷ് തന്നത്. ഞങ്ങൾ അതിനെ സ്കിറ്റാക്കുകയാണ് ചെയ്തത്. ഇനി ഓരോ ഗ്രൂപ്പിൻ്റെയും പെർഫോമൻസ് ഒന്ന് കണ്ടു നോക്കൂ. ഗ്രൂപ്പ് നമ്പർ 2 കളിക്കരുത്. ഗ്രൂപ്പ് നമ്പർ 2 ആണ് ഞങ്ങളുടെ. ഇപ്പൊ കുട്ടികളോട് അവതരിപ്പിച്ച അതേ വിഷയം തന്നെയാണ്. ഒറ്റയല്ല എന്നാണ്. ഒരു ഷൂസിന്റെ കഥയാണ്. അവർ ഒരു ജോഡി ഷൂസുകളായിരുന്നു. അതിലൊരാൾ എവിടെയോ പോയി. തെരഞ്ഞിട്ടും കണ്ടില്ല. പട്ടണത്തിൽ ഏതെങ്കിലും ഷൂസ് ഉണ്ടാവും, അതിനോട് കൂട്ടുകൂടാം. തന്റെ ദേഷ്യത്തിൽ മുറുക്കി കെട്ടി ഒറ്റ ഷൂ പട്ടണത്തിലേക്ക് പുറപ്പെട്ടു. അതാണ് കഥ. അതിന്റെ ബാക്കിയാണ് ഞങ്ങളിവിടെ അവതരിപ്പിക്കുന്നത്. ഇവിടെ ഒന്നും കാണുന്നില്ലല്ലോ. എന്റെ കൂടെ ഇന്നലെ ഉണ്ടായിരുന്നതല്ലേ? ഇവിടെ പോയി? നിങ്ങൾ എവിടെ തന്നെ വിശ്ര? നീ എന്താ ഇവിടെ നിന്ന് പഠിക്കുന്നത്? എന്റെ കൂടെ ഇന്നലെ ഉറങ്ങാൻ കിടന്നതാ. കാണുന്നില്ല. എത്ര തിരഞ്ഞിട്ടും കാണുന്നില്ല. ഇവിടെയൊന്നും ഇല്ലെങ്കിൽ നമുക്ക് വേറെ എവിടെയെങ്കിലും പട്ടണത്തിൽ പോയി നോക്കാം. അമ്പലത്തിൽ പോയി നോക്കാം. ശരി, നമ്മളൊന്ന് അമ്പലത്തിൽ പോയി നോക്കിയിട്ട് വരാം. എന്റെ കൂട്ടുകാരുടെ കഴിഞ്ഞ നിന്റെ കൂടെ കാണുന്നില്ല. വാ, നമുക്ക് സ്കൂളിൽ പോയി നോക്കാം. സ്കൂളിൽ പോയി നോക്കാം. എന്റെ കൂടെ ഇന്നലെ കഴിഞ്ഞതാ. കാണുന്നില്ല. ഇന്നലെ ഇവിടെ വന്നവരെല്ലാവരും തിരിച്ചു പോയിരുന്നല്ലോ. ഇന്ന് ഒരാളായിട്ട് വന്നിട്ടുമില്ല. ഇവിടെ എവിടെ ഉണ്ടാവാൻ പാടില്ല. നിങ്ങളൊരു കാര്യം ചെയ്തോളൂ, പട്ടണത്തിൽ പോയി നോക്കൂ. കുറച്ചും കൂടി നല്ല കുറേ ആളുകൾ വരണതല്ലേ. ഇവിടെ എവിടെയും ഞാൻ നോക്കിയിട്ടുണ്ട്. അങ്ങനെ കിടക്കുന്നുണ്ടെങ്കിൽ എൻ്റെ ശ്രദ്ധയിൽ വരണം. ഒന്നായിട്ട് ഇവിടെ വരില്ല, ഉറപ്പാണ്. നമുക്ക് പട്ടണത്തിൽ പോയി നോക്കാം. എന്തിനാ വന്നേ? എന്റെ കൂടെ ഉണ്ടായിരുന്ന കൂട്ടുകാരൻ കാണുന്നില്ല. അന്ന് കഴിഞ്ഞ് വന്നതാ. ഇതിലുണ്ടോ നോക്കൂ. അയ്യോ, ഇതിൽ കാണുന്നില്ല. എവിടെ പോയോ എന്തോ. ഇവിടെ ഞാൻ പൂരപ്പറമ്പിൽ പോയി നോക്കാം. ശരി, നമുക്ക് പൂരപ്പറമ്പിൽ പോയി നോക്കാം.
ദോ എന്റെ കൂട്ടുകാരൻ. നീ എവിടെയായിരുന്നു? എത്ര നേരമായി ഞാൻ ഇതിനകത്ത്? ഒന്നും പറയണ്ട. ഞാൻ ഇന്നലെ കിടന്നു നടക്കുന്ന സമയത്ത് ഒരു പട്ടി വന്ന് എന്നെ കഴിച്ചോണ്ടാണ്. ഞാൻ കരഞ്ഞു പറഞ്ഞതാണ് എന്നെ ഒന്ന് വീട് വീട്, എൻ്റെ ഇണ അവിടെ എന്നെ തേടി നടക്കുകയാണ്, എനിക്ക് വളരെ സങ്കടമായിട്ടാവുന്നത്. പക്ഷെ അത് കേട്ടതേ ഇല്ല. അതെന്നെ കഴിച്ചോണ്ട് ഓടി വന്നത് ഈ കുട്ടിപ്പറമ്പിലേക്ക. ഞാൻ എന്താ ചെയ്യാം, ഒരുപാട് സങ്കടപ്പെട്ടിരിക്കുകയായിരുന്നു. എന്തായാലും സാരില്ല, എനിക്ക് നിന്നെ കിട്ടിയല്ലോ. അപ്പം ഇനി നമുക്ക് ഒത്തൊരുമിച്ച് പോവാം. ഇതിൽ നിന്ന് നമുക്ക് പറയാനുള്ള മെസ്സേജ്, നമുക്ക് കിട്ടുന്ന എന്ത് സാധനമായാലും നമുക്ക് അർഹതപ്പെട്ടാണെങ്കിൽ നമ്മെ തേടി വരും. ഒത്തൊരുമിച്ചാൽ നമുക്ക് മഴയെ പോരെന്ന് പറയില്ല. അതുപോലെ ഒത്തൊരുമിച്ച് നമുക്ക് എന്തും നേടാം. ഒരു നാളെ അവതരിപ്പിച്ച് എങ്ങനെ കൈയടിച്ചാൽ പോരാ, ഒന്നും അവർക്ക് കൈയടിക്കും. എന്താണ് കളിക്കുക? കാരണം ഇതിപ്പോ ചെയ്യാനുള്ള സമയം കിട്ടിയില്ലല്ലോ. ഇതൊക്കെ മനോധർമ്മം എന്ന് പറയും. അപ്പോഴേക്കപ്പോഴേ ഉണ്ടായതാണ് പറയാണ്. അത് ചില്ലറ പണിയല്ല. അപ്പൊ നമ്മൾ നന്നായി കുട്ടികളുടെ ഗ്രൂപ്പ് കുഞ്ഞന്റെ ഡയറി എന്ന കഥയാണ്. പകുതി കഥയാണ് നമുക്ക് കിട്ടിയിരിക്കുന്നത്. ഇത് നമ്മുടെ ഗ്രൂപ്പിൽ ഇപ്പോൾ 6 പേരുണ്ട്. പക്ഷെ 6 പേർക്ക് അവതരിപ്പിക്കാനുള്ള കഥാപാത്രങ്ങൾ ഇല്ല എന്നുള്ളതാണ്. കുഞ്ഞൻ എന്ന് പറയുന്നത് ഒരു പൂച്ചയാണ്. ഒരു ഡയറിയും പൂച്ചയും തമ്മിൽ നടക്കുന്ന സംഭാഷണമാണ് കഥയിലെ പ്രധാനമായിട്ട് കൊണ്ടുപോകുന്നത് ഈ കഥയിൽ. അപ്പോൾ കുഞ്ഞൻ പൂച്ച എഴുതലെ കുറിച്ച് മതിയായി ഇനി കുറച്ച് ഡയറി എഴുതാന്ന് പറഞ്ഞ് ഡയറിയിലേക്ക് വരുമ്പോൾ ഡയറിയോട് വെറുതെ ചോദിക്കാൻ പൂച്ചത്, ഡയറി എനിക്ക് എന്തെങ്കിലും പറയാനുണ്ടോ? എപ്പോഴും ഞാൻ പറയുന്നത് നിങ്ങൾ കേൾക്കല്ലേ? അപ്പോൾ ഡയറി പൂച്ച നീ തയ്യാറാണോ ഞാൻ പറയുന്നത് കേൾക്കാൻ? അത് പറയുമ്പോൾ കുഞ്ഞപ്പൂച്ച അന്തം വിളിക്കുന്നതാണ് കഥയുടെ പശ്ചാത്തലം. അതിനുശേഷം ഡയറി പറയുന്ന ചില ഞെട്ടിക്കുന്ന വിവരങ്ങൾ എന്തൊക്കെയാണെന്നാണ് പറയാൻ പോകുന്നത്. കൂട്ടുകാരെ, നമുക്കിതിൽ ഈ കഥ ഒരു കുഞ്ഞൻ പൂച്ച ഡയറിയുമായിട്ടുള്ള സംഭാഷണമാണ്. ഇത് നമ്മുടെ കുട്ടികളുടെ ധാരണകൾ കണക്കുകൊണ്ടുവരാൻ വേണ്ടിയിട്ടുള്ള രീതിയിലുള്ളൊരു കഥയായിട്ടാണ് ഞങ്ങൾക്ക് തോന്നിയിട്ടുള്ളത്. ഇതിൽ കുറച്ച് കാര്യങ്ങൾ വേണം പറഞ്ഞു. നമ്മുടെ ഇതിൽ കഥയിൽ വരുന്നത് ഇതിൽ ഡയറിയായിട്ടും ഞാൻ കുഞ്ഞപ്പൂച്ചയായിട്ടാണ് ഇവിടെ അവതരിപ്പിക്കാൻ പോകുന്നത്. അപ്പോൾ ഞാൻ പൂച്ചയിലേക്ക് കിടക്കാം. പൂച്ച വളരെ ധൈര്യമായിട്ട് ഇന്നത്തെ കാര്യം ഇത് വളരെ കഷ്ടമാണ്. കാരണം ഞാൻ ഇതിവിടെ ഈ വീട്ടിൽ ഒറ്റയ്ക്കാണ്. ഈ വീട്ടിൽ ഒറ്റയ്ക്ക് ഞാൻ ആ ബാക്കിയുള്ള കുറച്ച് പാലുകൂടി കുടിച്ച് എനിക്ക് ഈ രാത്രിയിൽ കട്ടുപുറത്ത് പോലെ ഇങ്ങനെ കിട്ടാണ്. അപ്പോൾ പല പണികളും എന്നെ കേൾക്കാൻ ആരുമില്ലാത്ത ഈ ഒരു വീട്ടിൽ അപ്പോഴാണ് എനിക്ക് ഓർമ്മ വന്നത്. എൻ്റെ കട്ടിലിനടിയിൽ ഒരു ഡയറി ഇരിക്കുന്നുണ്ട്. ആ ഡയറിയോട് നമുക്ക് നേരെ സംസാരിക്കാം. ആ ഡയറിയോട് ഞാൻ കുറച്ച് കാര്യങ്ങൾ ചോദിക്കാൻ പോകുന്നു. ഡയറി എന്നെ എന്നും കേൾക്കുന്ന ഡയറി കുറച്ച് കാര്യങ്ങൾ ഡയറിക്ക് പറയാനുണ്ട്. നീ അല്പമെങ്കിലും എന്നോട് ദയവോടെ പെരുമാറും. എത്രയെത്ര രഹസ്യങ്ങളാണ് എൻ്റെ ജീവിതത്തിൽ നിനക്ക് അറിയാമോ? നീ അതെല്ലാം കേൾക്കാൻ തയ്യാറാവുമോ? കുറച്ചെങ്കിലും എൻ്റെ മനസ്സിൻ്റെ ഭാരം കുറയ്ക്കാനായെങ്കിലും നീ ഒന്ന് ശ്രദ്ധിക്കുകയാണ്. ഒരു രഹസ്യങ്ങൾ കുഞ്ഞ, നീ ഇത്രമാത്രം ദയയുള്ളവരാണെന്ന് ഞാൻ അറിയില്ല. എത്ര കാലമായി ഞാൻ രഹസ്യങ്ങൾ ഒരുപാട് പേര് കൊണ്ട് നടക്കുന്നതെന്ന് അറിയാമോ? നീ ഇപ്പോൾ എഴുതിയിരിക്കുന്ന ആ ഡയറിയില്ലേ, അതിലെ ഏതാനും പേജുകളല്ലേ ബാക്കിയുള്ളൂ. ബാക്കി പേജുകളൊക്കെ നിറച്ച് എഴുതിയിരിക്കുന്നത് ഈ വീട്ടിലെ പ്രഭാകരനാണ്. നിനക്കറിയോ പ്രഭാകരനെ? ഇല്ല, നിനക്ക് ആ ചേട്ടത്തിയെ മാത്രമേ അറിയൂ അല്ലേ? അവരാണല്ലോ നിനക്ക് ദിവസവും പാലും മീനും ഒക്കെ തരുന്നത്. കഷ്ടം നിന്റെ കാര്യം. അവർ ആത്മഹത്യ ചെയ്ത ശേഷം പിന്നെ ഒന്നും കഴിച്ചില്ലെന്ന് തോന്നുന്നല്ലേ? നിനക്കറിയാമോ അവരെന്തിനാണ് ആത്മഹത്യ ചെയ്തതെന്ന്? ഇനി ഞാൻ പറയാം. അവർ ഒരു ഓൺലൈൻ ഗെയിമിൽ പങ്കെടുത്ത് അവരുടെ കയ്യിലുള്ള പണമെല്ലാം നശിപ്പിച്ചു. ആ പേര് കൊണ്ടാണ് ആത്മഹത്യ ചെയ്തത്. അത് നിനക്കറിയാമോ? പുറമേ എന്താണ് അറിയുന്നത്? അയാൾ എന്താണ് പറഞ്ഞു നടക്കുന്നത്? അവർക്ക് എന്തൊക്കെയോ ബന്ധങ്ങളുണ്ടെന്ന് പറഞ്ഞിട്ടല്ലേ? ഇതൊക്കെ നീ അറിയുന്നുണ്ടോ? എന്നാ കേട്ടോളൂ, അതിലും ഒരു സത്യമുണ്ട്. എന്തിനാണ്
പുതിയ ബന്ധങ്ങൾ ഉണ്ടാകുമ്പോൾ സ്വന്തം ഭാര്യയെ ഒഴിവാക്കാൻ വേണ്ടി ആ സ്ത്രീയെ പറയാത്തതൊന്നുമില്ല. പാവപ്പെട്ടവളായതുകൊണ്ട് തനിക്ക് പെട്ടെന്ന് പണക്കാരിയാവണമെന്ന് ചിന്തിച്ചിട്ടാണ് ഓൺലൈനിലൊക്കെ കയറി കളിച്ചതവർ. ഇപ്പോഴെന്തായി? ഉള്ള പണമെല്ലാം നശിപ്പിച്ചു. ഇപ്പോൾ പ്രഭാകരനും എന്തായി? ഈ ചേച്ചിയെ പോലെ പാവപ്പെട്ടവനായി അല്ലേ? ഇപ്പോഴെന്തുണ്ടായി? പ്രഭാകരൻ അമ്മ എന്താഗ്രഹിച്ചോ അതൊന്നും നടന്നുമില്ല. ഇപ്പോൾ സ്വന്തമായി ഉണ്ടായിരുന്ന സുന്ദരിയായ ഭാര്യയും മരിച്ചുപോയി. ഇപ്പോൾ അയാൾ ഒറ്റയ്ക്കായിട്ട് കണ്ടോ? അയാൾ പുതിയ ഡയറിയിൽ എഴുതുന്നുണ്ട് അയാളുടെ കുറ്റങ്ങളൊക്കെ. അയാൾ എന്തൊക്കെ തെറ്റ് ചെയ്തു എന്നൊക്കെ എഴുതി വെക്കുന്ന ഒരു ഡയറി വരുന്നുണ്ട്. നിനക്ക് ഭാഗ്യമുണ്ടെങ്കിൽ ഇനി ഒരിക്കൽ ആ ഡയറിയുടെ പേര് എഴുതാം. ഇനിയും എന്തെല്ലാം രഹസ്യങ്ങളിൽ എന്നെ കാത്തിരിക്കുന്നു. ക്ഷമയോടെ കാത്തിരിക്കുക. മനുഷ്യന്റെ കുഞ്ഞിന്റെ ഡയറി. ഇതാണ് ഡയറിയിലെ രഹസ്യങ്ങൾ. അതോടുകൂടി അവസാനിക്കുന്നു. എല്ലാവർക്കും കൂട്ടുകാരും ഇവിടെ ദേവിയമ്മ സ്മാരകമാനന്ദരുടെ ആശംസകൾ എല്ലാവർക്കും സംഘാടകർക്കും താലൂക്ക് നെറ്റ്വർക്ക് കമ്പനിക്കും എല്ലാവരും ആശംസകൾ നേരുന്നു. കുട്ടികൾ ഗ്രൂപ്പ് നമ്പർ ഈ കഴിഞ്ഞ പെർഫോമൻസ് ആയിരുന്നു കേട്ടോ. റൂബിയുടെ പെർഫോമൻസ് സ്റ്റേജിൽ ആദ്യം പെർഫോം ചെയ്തതും റൂബിയുടെ ടീം തന്നെയായിരുന്നു കേട്ടോ. ഞാൻ കണ്ട പെർഫോമൻസിലൊക്കെ എനിക്ക് മോസ്റ്റ് ഫേവറേറ്റ് ആയിട്ടുള്ള പെർഫോമൻസ് ഇതാണ് കേട്ടോ. നിങ്ങളൊന്ന് കണ്ടു നോക്കൂ, എന്നിട്ട് അഭിപ്രായം കമൻറ്റ് ചെയ്യണേ. വളരെ ചുരുങ്ങിയ സമയം കൊണ്ട് കാട്ടിലെ ഉല്ലസിച്ച് വീട്ടിലിരിക്കുന്നവർ തനിക്ക് ഭക്ഷണം വേണ്ടി നടക്കുന്ന ഒരു ബിരിയാണി അഭിനയിക്കുന്നത് ഞാൻ തന്നെയാണ്. ഞാൻ ബാലകൃഷ്ണൻ എഴുതുക കെ വി വെങ്കടമാസമാരുടെ പ്രതിനിധീകരിക്കുന്ന വ്യക്തിയാണ്. അങ്ങനെ ഉല്ലസിച്ചുകൊണ്ടിരിക്കുന്ന അവസരത്തിൽ ശ്രദ്ധിച്ച് കേൾക്കണം, ബഹളം കൂടുതലൊന്നും ദയവ് ചെയ്തിട്ട് വീണ്ടും അഭ്യർത്ഥിക്കുന്നു. കാരണം ഞങ്ങൾ അവിടെ ഇരുന്നിട്ട് അനുഭവിച്ചതാണ്, അവിടെ ഇരുന്നിട്ട് അനുഭവിച്ചതാണ്. നിങ്ങളിവിടെ സ്റ്റേജിൽ എന്താ ചെയ്യണമെന്ന് ഞങ്ങൾക്ക് കേൾക്കാൻ സാധിക്കുന്നില്ല. തെറ്റുകുറ്റങ്ങൾ ധാരാളം സംഭവിക്കാൻ ഒരു 5 മിനിറ്റ് കൊണ്ട് ഉണ്ടാക്കിയ പരിപാടിയാണ്. അതുകൊണ്ട് എനിക്ക് എന്തെങ്കിലും കാര്യമായിട്ട് തെറ്റുകളൊന്നും വരാതിരിക്കാൻ വേണ്ടി നിങ്ങളോട് സഹകരിക്കുക. ആ ബിരിയാണിയുടെ അടുത്ത് 2-3 കുട്ടിക്കരകന്മാര് വന്ന് ചെയ്യുകയാണ്. ബിരിയാണി പഴങ്ങൾ പലതും ഈ കുരകന്മാര് പറിച്ചു വാങ്ങിക്കുന്നു, അതിന്റെ മേലെ കൈ കടിക്കുന്നു. അവസാനം ദേഷ്യപ്പെട്ടുന്ന ബിരിയാണ അവരുമായിട്ട് ചങ്ങാത്തത്തിലാവുന്നു. ചങ്ങാത്തത്തിലായിട്ടുള്ള ബിരിയാണ ഈ കുരകന്മാരോട് പറയുന്നു, നിങ്ങൾക്ക് ഞാനൊരു കാടിന്റെ കുറച്ച് ഭാഗം കൂടി കാണിച്ചു തരാം. എന്റെ വീട്ടില് എന്റെ ഭർത്താവുണ്ട്, അതേപോലെ തന്നെ എന്റെ ഭർത്താവിന്റെ അമ്മയുണ്ട്, എന്റെ കൊച്ചു മോനുണ്ട്. അവരെ
എന്ന് പറഞ്ഞിട്ട് തന്റെ വീട്ടിലേക്ക് കാട്ടിലൂടെ കൊണ്ടുപോവാണ് ഈ ആന. അങ്ങനെ കൊണ്ടുപോകുന്ന അവസരത്തില് വഴിക്ക് വെച്ച് പിടിയാനയ്ക്ക് നല്ല സുഗന്ധം തേൻവരിക്കയുടെ മണം കിട്ടും. അപ്പോ ഇവരിങ്ങനെ മണം പിടിക്കുന്ന അവസരത്തില് വരകന്മാർക്ക് മനസ്സിലായി സംഭവം എന്താണ്. ആ ചേച്ചിക്ക് എങ്ങനെയാ തേൻവരിക്ക വേണം. അപ്പൊ വേണം നമ്മളെ എന്റെ മുത്തശ്ശിക്ക് കൊടുക്കാൻ വേണ്ടിയിട്ടാണ്. എന്റെ കൊച്ചു മോനുണ്ട്, അവന് വേണം പറയും. അങ്ങനെ പഴം പറിക്കുന്നു, അവർ വീട്ടിലേക്ക് എത്തുന്നു. വീട്ടിലേക്ക് എത്തിയിട്ട് എല്ലാവരും കൂടി അവിടെ സമ്മേളിക്കുന്നു. സമ്മേളിച്ച് എല്ലാവരും സുഖമായിട്ട് പോരുന്ന അവസരത്തില് കൊച്ച് കുട്ടിയാൻ പറയുന്നു, അയ്യോ പോലെ എന്നെ കൂടെ കാട്ടിലേക്ക് കൊണ്ടുപോകണമേ എന്ന് പറയുന്നതോട് കൂടിയിട്ട് ഈ സംഭവം അവസാനിക്കണം. അല്ലെ നിങ്ങളുടെ മുമ്പാകെ ഈ കൊച്ചു ഫുഡ് അവതരിപ്പിക്കാൻ വേണ്ടി ശ്രമിക്കുകയാണ്. എന്തെങ്കിലും തെറ്റുകുറ്റങ്ങൾ സംഭവിക്കുന്നത് ക്ഷമിക്കണം. ഓക്കെ, താങ്ക് യു. എന്റെ വീട്ടിലോ എനിക്ക് വളരെ നമ്മളെല്ലാം വീട്ടുകാരായില്ലേ വീട്ടിൽ ചെന്നാലേ എന്റെ കുറിച്ച് ഇന്നെ കൊച്ചു ചെറുക്കി വിട്ടിട്ടാ നല്ല രസിക്കണ നമുക്ക് പോയാലോ. ആ ശരി കൂട്ടുകാരെ, തേൻവരിക്കണമല്ലോ. അയ്യോ എന്റെ കുഞ്ഞിന് എന്ത് ഇഷ്ടാന്നറിയാവോ. മുത്തശ്ശിക്ക് കൊടുക്കണേ, നിങ്ങൾക്ക് പറിച്ചു തരാൻ പറ്റുമോ? എന്നെ പറിച്ചാട്ടെ പറിക്കട്ടെ. എന്താ ലക്ഷ്മി, നിന്റെ പുറത്തൊരു 3 കീടങ്ങളെ അപ്പേ മനുഷ്യ, നിങ്ങൾ ആ ഒരേ സ്വഭാവം കാണിക്കാതിരിക്കുന്നേ. ഇതേ നാട്ടിലെ എന്റെ ഒപ്പം കൂടിയുള്ള കൂട്ടുകാരാ. അവരെന്താ കൊണ്ടെന്ന് നോക്കിയേ. ഇപ്പൊ നിങ്ങൾക്ക് സന്തോഷമല്ലേ? നിങ്ങൾക്ക് വണ്ടി എങ്ങനെയാണെന്ന് എനിക്കറിയാം. നിന്റെ ഒന്നിച്ച് പഠിച്ചിട്ട് ഞാൻ തരപ്പെടുക. വരി മക്കളെ, വരി നമുക്കിവിടെ സുഖമായിട്ടിരിക്കാം. ഇങ്ങോട്ട് വന്ന ഇത് നോക്കിയേ, ആര് വന്നില്ല. മുത്തശ്ശി പിന്നെ വൈദ്യുതി കാണാൻ പോകേണ്ടി വരും. ഞാനത് തിന്നുമ്പോ അതിനൊക്കെ കൂടുതൽ എല്ലാ രസം മക്കളെ ഉഷാറായി പറയാൻ. ഞാൻ എത്ര ഈ കോട്ടിലിങ്ങനെ നടക്കാൻ തുടങ്ങിയിട്ട് ഇത്ര രസികന്മാരായിട്ട് എന്താ രസം. ആട്ടെ, അപ്പഴേ ഇനിയിപ്പോ വീട്ടിലേക്ക് ഈ കുട്ടിയോട് പോവുക. യാത്രയല്ലേ ഞാനൊരു കാര്യം നിങ്ങളുടെ പേരാണെന്നറിയാം. അങ്ങനത്തെ ദൂരം പോവില്ല. വേറെ വരും. പക്ഷെ പിള്ളേരെ അവരുടെ സ്ഥാനത്ത് കൊണ്ട് വിടണ്ടേ? അത് നമ്മുടെ ചുമതലയല്ലേ? ആ സാധനങ്ങൾ എനിക്ക് വേദനിപ്പിക്കാതെ പറ്റുമെന്ന് പറഞ്ഞു. നിങ്ങൾക്ക് വേദനിക്കോ മനസ്സിലാ. ഞാനെന്തേ പറഞ്ഞേ?
നമുക്ക് പോകാം മക്കളെയും ഓക്കെ മുത്തശ്ശിക്കായ കുഞ്ഞുമോനെയൊക്കെ പുറത്ത് അങ്ങനെ ഇതിന് ഓരോരുത്തരുടെയും പേര് പറഞ്ഞിട്ടാക്കണോ ഏറ്റവും ഞങ്ങൾ ഓർക്കുക ചെറിയ സമയം കൊണ്ട് ഇവിടെ ഇങ്ങനെ ഒരു വേദി സന്തോഷമുണ്ട് ദേവി ശങ്കരൻ മാസ്റ്റർമാരുടെ എല്ലാവരുടെ ഭാവങ്ങളും ഈ പരിപാടിക്കും നന്മ നിർത്തുന്നു. നന്ദി, നമസ്കാരം. കോവലെ ഞാൻ വരുന്നു എന്ന ചിത്രകഥയാണ് ഞങ്ങളുടെ നാടകത്തിൽ അവതരിപ്പിക്കാൻ ചെറിയ വഴിക്കടക്കുമ്പോഴേക്ക് നോക്കുന്നു. അവയ്ക്കിടയിലൂടെ കുറച്ച് ഒരുമിച്ചേക്കാൾ കളിച്ച് ചുമക്കുകയാണ്. അവരെ കാണാൻ എന്നും ഒരു ആരച്ചെട്ടിരിക്കും. ഇന്ന് തന്നെ വേണോ? പിന്നെ എപ്പോഴെങ്കിലും പോലെ അത് പറ്റില്ല. കാലമായി ഞങ്ങൾ പറയും ഇന്ന് തന്നെ വേണം. എന്നാ ശരി, നിങ്ങൾ എന്നെ പിന്നാലെ വാ. അയ്യോ ചേട്ടാ, എത്ര നേരമായി നടക്കുന്നത്? എവിടെ നിങ്ങളുടെ വീട്? ഒന്ന് പോയാൽ മതി. ഇതെന്താ റോഡോ? ഇതാണ് ആചാര്യന്റെ വീട്. ആ കാട് മാറി ഇപ്പൊ റോഡിലല്ല താമസം. കണ്ടില്ലേ വണ്ടിക്കൊക്കെ പോകുന്നേ? കാട്ടിലെ എന്റെ താമസമെല്ലാം മനസ്സിൽ നശിച്ചു. ഇപ്പൊ വേറെ ഒരു സ്ഥലമില്ല ജീവിക്കാൻ. അതുകൊണ്ട് ഇപ്പൊ റോഡ് സൈഡിലെ ജീവിക്കണേ. ഹായ് ഹായ്, അതാ അവരുടെ കൂട്ടുകാരാ. ഇതേപോലെ മനുഷ്യൻ താമസം നശിപ്പിച്ച് റോഡ് സൈഡിലേക്ക് വന്ന അപ്പൊ ഞങ്ങൾ ഇങ്ങോട്ടേ ജീവിക്കണേ. കണ്ടില്ലേ വണ്ടികളൊക്കെ പോകുന്നത്? കാടിലേറുന്ന മനുഷ്യരെ തോൽപ്പിക്കാനായി യഥാർത്ഥത്തിൽ മൃഗങ്ങൾ നാടിറങ്ങുക എന്ന ചോദ്യചിഹ്നം ഉയർത്തിക്കൊണ്ട് ഞങ്ങളുടെ നാടകം ഇവിടെ പൂർണ്ണമാവുകയാണ്. നല്ല കുട്ടികളെന്ന മുയലും പൂച്ചയും തമ്മിലുള്ള സംവാദമാണ് ഇതിൽ എന്ന പുതിയ കഥാപാത്രത്തെ ഉൾപ്പെടുത്തി. ഓ നല്ല വെയിൽ, ഒരടി പോലും നടക്കാൻ വയ്യ. കുറച്ച് വെള്ളം കിട്ടിയിരുന്നെങ്കിൽ മുയൽ ചുറ്റും നോക്കി. പുഴയ്ക്കരികിലേക്ക് കുറച്ച് ദൂരമുണ്ട്. പെട്ടെന്നൊരു ശബ്ദം. മുയൽ തിരിച്ചു നോക്കി. ഒരു കുഞ്ഞു പൂച്ച അതാ വരുന്നു. അവളുടെ കയ്യിൽ പായസം. മുയൽ ചോദിച്ചു, കുറച്ച് പായസം എനിക്ക് തരുമോ?
ഒരു ഗ്രൂപ്പിലാണ് തോന്നിയത് സ്റ്റേജിൽ ചെയ്യണം, അത് കൂടുതൽ ആൾക്ക് കാണാൻ പറ്റും. പിന്നെ അവർക്ക് പ്രോപ്പർട്ടീസ് വേണം, കസേര വേണം, അങ്ങനെ പലരും പല രീതിയിലേക്ക് ചെയ്തു. പിന്നെ ഡയലോഗ് ഉണ്ടാക്കണം. ഒരു ഗ്രൂപ്പ് പറഞ്ഞു പുതിയൊരു കഥാപാത്രത്തിന് ഞങ്ങൾ ഉണ്ടാക്കിയിട്ടുണ്ട്. ഇതൊക്കെ തന്നെയാണ് അതിലെ നിങ്ങൾ ചെയ്യുന്ന പ്രവർത്തനത്തിൻ്റെ മികവുകൾ. നിങ്ങൾക്ക് സമയം കിട്ടിയിരുന്നെങ്കിൽ നിങ്ങൾ ഇതിനേക്കാൾ നന്നായിട്ട് ചെയ്യുമായിരുന്നു. എന്താ ഇവ ചെയ്യുക, അങ്ങനെയൊക്കെ ആലോചിച്ച് ഒരു തീരുമാനം എത്താനുള്ള സമയം മുതിർന്നവർക്കും കുട്ടികൾക്കും ഒന്നും കിട്ടിയിട്ടില്ല. എന്നിട്ടും ഇതിൽ ചില നല്ല അംശങ്ങൾ നമ്മൾ കാണുന്നു. നമ്മളിതിവിടെ ചെയ്യുന്നത് നിങ്ങൾ തിരിച്ചു പോയിട്ട് ബാലവേദിയിൽ ചെയ്യാവുന്ന ഒരു പ്രവർത്തനമാണ്. ഇതിൽ സത്യത്തിലൊരു വായനയുണ്ട്. ഒരു നാടകം ചെയ്യാന്ന് പറഞ്ഞാൽ അതിൽ നല്ലൊരു വായനയുണ്ട്. വായിച്ചാൽ തന്നെ നാടകം ചെയ്യാൻ പറ്റുള്ളതൊക്കെ നമ്മൾ കൂട്ടിക്കാറ്. ഇപ്പൊ ഇതിന്റെ മുഴുവൻ നമ്മൾ വിചാരിച്ചാൽ ചിലപ്പോൾ ഇതിനേക്കാൾ നന്നായി ചെയ്യുന്നുണ്ടാവും. ചിലപ്പോൾ നിങ്ങൾക്ക് ഈ സ്വന്തമായിട്ട് ചെയ്ത ചില ഗുണങ്ങളായാലും ഉണ്ടാവില്ല. അതുകൊണ്ടാണ് മുഴുവൻ വരാതിരുന്നത്. കഥയൊക്കെ വ്യത്യസ്തമാണ്. ഇപ്പൊ ആ ആനയുടെ കഥയുണ്ട്. ആനയുടെ കഥയിൽ ആനയും കൂട്ടുകാരൊക്കെ കൂടി പോകുമ്പോൾ ആ ചിത്രകഥയിൽ ഒരു JCB കാണാം. JCB ഇങ്ങനെയൊന്നല്ല. JCB ആരോടും മുണ്ടാട്ട് ഇങ്ങനെ ഭയങ്കര ഗൗരവത്തിൽ നിൽക്കുന്ന ഒരു JCB ആണ്. അപ്പൊ ആലോചിച്ച് നോക്കുക, JCB കൂടി വന്നാൽ നാടകം എങ്ങനെ വ്യത്യാസമാവും ഇങ്ങനെ ആലോചിച്ച് നോക്കൂ. ഇങ്ങനെ കുറെ അത് വായിച്ച, അതുപോലെ ഷൂസിന്റെ അങ്ങനെ പലതിലും നമുക്ക് അങ്ങനെ കുറെ കാര്യങ്ങൾ വരുന്നുണ്ട്. അതുപോലെ ഇവിടെ അവതരിപ്പിച്ചില്ല ഒരു നുണ മധുരിക്കുന്നു എന്നുള്ളത് കഴിച്ചു. അതിൽ ഒരു കുട്ടി സ്കൂളിൽ വന്നിട്ട് മറ്റേ കൂട്ടുകാരോടൊക്കെ ഭയങ്കര എൻ്റെ വീട്ടിൽ എരിവാലുള്ള പൂച്ചയുണ്ട്, പുളിയുള്ള അത് തിന്നാൽ വായിൽ മധുരിക്കുന്ന ഒരു സാധനമുണ്ട്, ഇങ്ങനെയൊക്കെ ഓരോന്ന് പറയുകയാണ്. അപ്പോൾ ഇപ്പം വെറുതെ പുഴുവടിക്കുകയാണെന്ന് വിചാരിച്ചിട്ട് ഒരു കൂട്ടുകാരൊക്കെ കൂടി ഞാൻ പരിശോധിക്കാൻ വരും. എന്നിട്ട് അവിടെ ഇവൻ പറഞ്ഞതൊക്കെ ശരിയാണെന്ന് അവർക്ക് മനസ്സിലാവുന്ന ഒരു കഥയാണ്. അപ്പോൾ ഇങ്ങനെ നമുക്ക് രസമുള്ളൂ, കുറേ രസമുള്ളൂ. യൂറിക്കയിൽ ഇങ്ങനത്തെ ധാരാളം രചനകൾ വരും. അപ്പോൾ നമുക്ക് ബാലവേദി ചെയ്യാവുന്ന ഒരു പണി ഇങ്ങനെ പകുതിയായിട്ട് വേണമെന്നില്ല. അപ്പോൾ യൂറിക്കയിൽ വന്ന ഒരു കഥ നിങ്ങളൊരു നാടകമായിട്ട് അവതരിപ്പിക്കുന്നു. ഒരു ദിവസം പണി, ഒരു ദിവസം ബാലവേദി കൂടിയ ചിലപ്പോൾ ചെയ്യുന്നതാവും. ഇത്രയും കുട്ടികളൊന്നും ഉണ്ടാവില്ലല്ലോ, 10ഓ 15ഓ 20ഓ കുട്ടികളുണ്ടാവും. അപ്പോൾ അതിൽ എല്ലാ കുട്ടിക്കും നാടകം അവതരിപ്പിക്കാൻ താല്പര്യം ഉണ്ടാവില്ല. അപ്പോൾ ചിലർ കാണാനുള്ളവരും വേണം. അപ്പോൾ നമ്മൾ അങ്ങനെ ഇരുന്നത്. അപ്പോൾ കാണാനുള്ളവരും കൂടി ഇരുന്നിട്ട് നമുക്ക് ഇങ്ങനെ പുതിയ ചെയ്യാവുന്ന ഒരു കാര്യമാണ് പറഞ്ഞത്. ഇതിൽ വേറൊരു കാര്യങ്ങൾ ഈ എഴുതി വെച്ചത്, ഇത് നമ്മൾ ബാലവേദിയുടെ ഗ്രൂപ്പിൽ നമ്മൾ ഇത് കുറച്ചുകൂടി മെച്ചപ്പെടുത്തി മുതിർന്നവരെ എഴുതി തന്നിട്ടുണ്ട്. കുറച്ച് തോന്നുന്നു അതൊക്കെ കൂടി മെച്ചപ്പെടുത്തി നമ്മൾ എഴുതി വെക്കും. അതിൽ കുട്ടികൾ നിർദ്ദേശിച്ച ഒരു കാര്യം, മുതിർന്നവരും കുട്ടികളും ഒന്നിച്ച് പങ്കെടുക്കുന്ന പരിപാടികൾ വേണമെന്നാണ്. പരിപാടി പറഞ്ഞാൽ അവർ ഉദ്ദേശിക്കുന്നത് ഭയങ്കര പ്രസംഗം വേണമെന്നല്ല. പ്രസംഗം എഴുതി പ്രസംഗിച്ച് ബോറടിപ്പിക്കരുതെന്ന് വേറൊരു സ്ഥലത്ത് എഴുതി കുട്ടികൾ. അപ്പോൾ പ്രസംഗം അല്ല അവർ ഉദ്ദേശിച്ചത്. അപ്പം എന്തുകൊണ്ട് ഈ കുട്ടികൾ നാടകം കഴിക്കുമ്പോൾ അതിൽ മുതിർന്ന ഒരാൾ കാണിച്ചാൽ മുതിർന്ന ആളുകൾ ചെന്നുകൂടാ, അതിൽ മുതിർന്നവർ ചെയ്യുമ്പോൾ 4 കുട്ടികൾ കാണിച്ചാൽ കുട്ടികൾക്കാണ് ചെയ്യുന്നത്. അപ്പോൾ മുതിർന്നവർ കുട്ടികൾ എന്നുള്ള വേർതിരിവ്, ആൺകുട്ടികൾ പെൺകുട്ടികൾ എന്നുള്ള വേർതിരിവ്, അതുപോലെ ചിലപ്പോൾ ചില ഉൾപ്പെടൽ എഴുതിയില്ല ഭിന്നശേഷിക്കാരെ ഉൾപ്പെടുത്തണം. വേറൊന്നാണ് പഠനയാത്ര പോകണം, കളികൾ വേണം, പാട്ട് വേണം, ഇങ്ങനെയൊക്കെ ഒരുപാട് നിർദ്ദേശം. ഇതെല്ലാം ബാലവേദിയിൽ വേണം. ആദ്യം തന്നെ കുട്ടിയെ വിളിച്ചെത്തിയിട്ട് വായനശാലയിൽ വന്നാൽ കുറച്ച് പുസ്തകം ഇതൊക്കെ വായിച്ചോളെന്ന് പറഞ്ഞിട്ട് ഒരു കാര്യമില്ല. 10ഓ 15ഓ കുട്ടി വന്നാൽ ഒരു കുട്ടിയൊക്കെ വായിക്കുകയൊക്കെ ചെയ്യുന്നുണ്ടാവും. നമുക്ക് ഒരു കുട്ടിയെ സംഘടിപ്പിക്കലല്ല, വായിക്കുന്ന ഒരു കുട്ടിയെ ഉണ്ടാക്കലല്ല, നാട്ടിലുള്ള നമ്മുടെ കൂടെ കൂടാവുന്ന എല്ലാ കുട്ടികളെയും വിളിച്ച് അവരെയെല്ലാം അവർക്ക് താല്പര്യമുള്ള വിഷയങ്ങളിൽ ഇടപെടാനും അതിൻ്റെ ഭാഗമായി അവർ ചില വായനയിലേക്കൊക്കെ കടക്കുന്ന വായനയ്ക്ക് അതിനാണ് ബാലവേദി കൂടുന്നത്. നമ്മുടെ ഒരു ധാരണ കുട്ടികൾക്ക് തന്നെ അങ്ങനെ ഒരു ധാരണ ഉണ്ടായിരുന്നു. ആദ്യം എല്ലാവരും എഴുതിയത് വായിക്കണം, എഴുതണം, പുസ്തകം കൂടുതൽ വേണമെന്നൊക്കെയാണ്. അതൊന്നും നമ്മൾ എഴുതാതെ തന്നെ നടക്കുന്നൊരു കാര്യമാണ്. ഇങ്ങനെ ഒരു വ്യത്യസ്തമായ ഒരുപാട് പ്രവർത്തനങ്ങൾ നമുക്ക് ബാലവേദികളിൽ സാധ്യമാണ്. ഒരു ചെറിയ യാത്ര പോകണമെങ്കിൽ ഉടനെ ആലോചിക്കുക, നമ്മൾ ഒരുപാട് അകലെയുള്ള സ്ഥലമാണ്. നമ്മുടെ പഞ്ചായത്തിൽ നിങ്ങൾ ആലോചിക്കുക, നമ്മുടെ പഞ്ചായത്തിലെ എല്ലാ സ്ഥലവും നമ്മൾ കണ്ടു.
ഒരു ധാരാളം പുഴയും തോടും ഉള്ളിടത്ത് പോലും പല കുട്ടികളും ഒരു പുഴയിലേക്ക് ഇറങ്ങിയിട്ടുണ്ടാവില്ല, അല്ലെങ്കിൽ ഒരു കുന്ന് കയറിയിട്ടുണ്ടാവില്ല, അല്ലെങ്കിൽ നിറയെ മരങ്ങളുള്ളൊരു സ്ഥലത്ത് പോയി നടന്നിട്ടുണ്ടാവില്ല. പല അത്ഭുതങ്ങളും ഉണ്ടാവും. കഴിഞ്ഞ തവണ യൂണിക്കയുടെ ക്യാമ്പിൽ ഞങ്ങൾ എലമ്പലാശ്ശേരിയിൽ നിന്ന് കുട്ടക്കടവും പുഴയിലേക്ക് ഉണ്ടായി. കുട്ടികളെ ഇറക്കിയിട്ട് അപ്പോൾ കുട്ടികൾ ചോദിച്ചത് പുഴയില്ലല്ലോ, കാടല്ലേ ചോദിച്ചു. കുട്ടക്കടവും പുഴയിലേക്ക് കുട്ടികളെ ഇറങ്ങുന്ന സ്ഥലത്ത് നോക്കി അവിടെ വെള്ളവും കാണില്ല, പുഴയും കാണില്ല, മൊത്തം മരവും കുറ്റും മാത്രമേ കാണൂ. അപ്പൊ ഇങ്ങനെയൊക്കെ ചില വ്യത്യസ്തമായ അനുഭവങ്ങൾ കുട്ടിക്ക് കിട്ടാനുള്ള കുറച്ച് യാത്രകളാവാം. ഇതൊക്കെ കുട്ടികളുടെ നിർദ്ദേശങ്ങളിൽ നമുക്ക് വായിച്ചെടുക്കേണ്ടതുണ്ട്. മുഴുവനൊന്നും അവരങ്ങനെ എഴുതിയിട്ടാവില്ല, അവരെ കൊണ്ട് തന്നെ ചർച്ച ചെയ്യിച്ച് കുട്ടികൾക്ക് രസമുള്ള പരിപാടികൾ വേണമെന്നില്ല. എന്താ രസമുള്ള പരിപാടി? കുട്ടിയെ വെച്ച് ചർച്ച ചെയ്യണം. നിങ്ങളിപ്പോൾ അങ്ങനെ എഴുതാൻ കാരണം എന്താ രസമുള്ള പരിപാടി? അപ്പോൾ അവർ പലതും പറയും. ചിലപ്പോൾ മൊബൈൽ ഉപയോഗിച്ചിട്ട് ഒരു വീഡിയോ ചെയ്യലാവും, നമുക്ക് ചെയ്യാൻ പറ്റണം. അല്ലെങ്കിൽ വായനശാലയെ പറ്റി, അവിടുത്തെ പുസ്തകങ്ങളെ പറ്റിയോ റീലുണ്ടാക്കുന്നത് നമ്മൾ റീലൊക്കെ മഹാമോശം. പക്ഷേ എന്തുകൊണ്ട് നിങ്ങളുടെ വായനശാലയിലെ ചില പുസ്തകങ്ങളെ, പുതിയ പുസ്തകങ്ങളെ വെച്ചുകൊണ്ട് റീലുണ്ടാക്കാൻ കുട്ടിയോട് പറഞ്ഞുകൂടാം? കുട്ടികൾക്ക് ഉണ്ടായിട്ടുണ്ടാവും. നിങ്ങൾ കുട്ടിയെ മുന്നിൽ നിർത്തിക്കൊണ്ടും കുട്ടിയെ കേന്ദ്രമാക്കിക്കൊണ്ടും ബാലവേദികളിൽ നടത്തേണ്ട പ്രവർത്തനങ്ങളെ കുറിച്ച് ചില ധാരണകൾ ഉണ്ടാക്കാനാണ് നമ്മൾ ശ്രമിച്ചത്. സമയക്കുറവ് കാരണം നമുക്ക് പൂർണ്ണമായിട്ട് എല്ലാത്തിലും ഇൻവോൾവ് ചെയ്യാൻ പറ്റിയിട്ടില്ല. പിന്നെ കുട്ടികളുടെ എണ്ണം ഒരു ഒറ്റ ഗ്രൂപ്പാക്കി ചെയ്യാവുന്നതിനേക്കാൾ കുറച്ചധികം ഉണ്ട്. 85 കുട്ടി എന്ന് പറഞ്ഞാൽ ഒരാൾക്കോ അല്ലെങ്കിൽ ഒരു ഗ്രൂപ്പായിട്ടോ ചില പ്രവർത്തനങ്ങളിലേക്ക് എത്തിക്കാനുള്ള ചില പ്രയാസങ്ങൾ നമുക്കുണ്ട്. അവരുടെ താല്പര്യങ്ങൾ നോക്കാതെയാണ് നമ്മൾ വലുപ്പം ചെയ്യുന്നത്. ഇതൊക്കെ ആയിട്ടും അവരുടെ ഇഷ്ടങ്ങൾ മുഴുവൻ ചോദിച്ചിട്ടല്ല നമ്മൾ ചെയ്തത്. ഇതാണോ വേണ്ടതെന്ന് അവരോട് ചോദിച്ചിട്ടില്ല, നിങ്ങൾ ചെയ്യുമെന്നാണ് പറഞ്ഞത്. ബാലവേദിയിൽ ഒരിക്കലും അങ്ങനെയാവില്ല. അവരുടെ ഇഷ്ടങ്ങൾ ചോദിച്ച് അപ്പോൾ നമുക്ക് ഏപ്രിൽ മെയ് മാസം ചെയ്യാൻ പറ്റുന്നൊരു വഴി ഇക്കൊല്ലം ബാലവേദിയിൽ എന്തൊക്കെ ചെയ്യണം. അതിൽ തൽക്കാലം വായന, എഴുത്ത്, വായനക്കുറിപ്പ് എഴുതല് എന്നൊക്കെ ഉള്ളതൊന്നും മറന്ന് ബാക്കി എന്തൊക്കെ കുട്ടികൾക്ക് ചെയ്യാൻ പറ്റുന്നൊരു ചർച്ച നടത്തുക. അതിലെ ചില കാര്യങ്ങളൊക്കെ ഉണ്ടാവും. അതിന് ഞാൻ മുൻഗണനാക്രമം കൊടുത്തിട്ട് 1, 2, 3, 4 അങ്ങനെ വേണ്ടിയിട്ട് ഒരു 10നും 15നും ഇടയ്ക്കുള്ള പരിപാടി ഒരു കൊല്ലത്തിന് ബാലവേദിക്ക് ചെയ്യാൻ കഴിഞ്ഞാൽ തീർച്ചയായും അതിലൂടെ വായിക്കുന്ന കുട്ടികളുടെ ഒരു സംഘം നമ്മൾ അറിയാറുണ്ടാവും. അപ്പോഴാണ് നമ്മൾ ഈ 4 പുസ്തകം എടുത്തിട്ട് കുട്ടിയോട് പറയാം, ഇന്നൊരു കഥ എടുത്തിട്ട് നിങ്ങളൊരു നാടകം ഉണ്ടാക്കുക എന്ന് നമ്മൾ കുട്ടിയോട് പറയണമെങ്കിൽ കുട്ടിക്ക് നാടകം ചെയ്യാൻ താല്പര്യമുള്ള കുട്ടിയോടൊക്കെ പറയേണ്ടത്. അപ്പോൾ ആ താല്പര്യങ്ങൾ അറിയലാണ് ഇത്തരം പരിപാടികളുടെ ഒരു ലക്ഷ്യം. അപ്പോൾ ബാലവേദി കുട്ടിയുടെ താല്പര്യം അറിഞ്ഞ് കുട്ടിയെ പൂർണ്ണമായും വിശ്വാസത്തിലെടുത്ത് അങ്ങനെയാണ് ബാലവേദിക്ക് കുട്ടികൾ വരും. അതേ സമയത്ത് വന്നോട്ടെ വായനശാല തുറന്നുകൊടുത്താൽ അലമാരയൊക്കെ തുറന്നിട്ട് പുസ്തകമെടുത്ത് വായിച്ചു പറഞ്ഞാൽ കുറവാകും കുട്ടികളുടെ പ്രതികരണം. ഈ വായിക്കുന്ന കുട്ടി പോലും അതല്ലാത്തൊരു പണിക്ക് നല്ലോണം ഇഷ്ടമുള്ളവരാണ്. അത് സയൻസുമായിട്ട് ബന്ധപ്പെട്ടിട്ടുണ്ടാവാം, ചിലപ്പോൾ ചില പരീക്ഷണം ചെയ്യലാവാം. പരീക്ഷണം എന്നൊക്കെ പറഞ്ഞാൽ ഭയങ്കര ലാബൊക്കെ പോയി ചെയ്യണമെന്നാവില്ല. സാധാരണ ഇത്തവണ കുട്ടികൾ ഉണ്ടാക്കുന്ന യൂണിറ്റിയിൽ കുട്ടികൾ 1ാം ക്ലാസ്സിലെ കുട്ടികൾക്ക് പരീക്ഷണമുണ്ട്. അത് മണ്ണ് പുല്ല് വളർത്താൻ വെള്ളം മണ്ണൊലിപ്പുണ്ടാവില്ല എന്നുള്ളത് കുട്ടി ചെയ്യുന്ന പരീക്ഷണമുണ്ട്, വായിച്ചു നോക്കിയാൽ. അപ്പം ഇങ്ങനത്തെ ചെറിയ കാര്യങ്ങൾ മുതൽ വളരെ വലിയ ഇതിൽ വേറെ എന്തൊക്കെ എഴുതിയിട്ടുണ്ട്, ലഹരി വിരുദ്ധ ക്യാമ്പയിൻ വേണമെന്നൊക്കെ എഴുതിയിട്ടുണ്ട്. അതൊക്കെ എങ്ങനെയാണ് ഒരു കുട്ടിയുടെ തലത്തിൽ നിന്നുകൊണ്ട് അത് ചെയ്യാൻ പറ്റുക നമ്മൾ ആലോചിക്കണം. ഇത്തരം ആലോചനകൾക്കും പ്രവർത്തനങ്ങൾക്കും പറ്റിയ ഒരു വേദിയായി ബാലവേദിയെ മാറ്റണം. അത് വായനശാലയിലെ പുസ്തകങ്ങൾ വായിക്കുന്ന കുട്ടികളുടെ മാത്രം സംഘമല്ല, എല്ലാ തരത്തിലും പെട്ട, എല്ലാ വിഭാഗത്തിലും പെട്ട, അതൊക്കെ അവർ പ്രത്യേകം എഴുതിയിട്ടുണ്ട്. ഒരു തരത്തിലും കുട്ടികളെ തരംതിരിവ് പാടില്ല, വേർതിരിക്കാതെ നടത്തുന്നു. അപ്പോൾ വായനശാലയിൽ വരുന്ന എല്ലാ കുട്ടിയെയും എൻഗേജ് ചെയ്യുന്ന പ്രവർത്തനങ്ങൾ നമ്മൾ കണ്ടെത്തുകയും അതിലൊക്കെ കുട്ടികളുടെ അവിടെ അടുത്തുള്ള കുട്ടികളെ മുഴുവൻ വിളിച്ചിട്ട് അവരൊരു ചർച്ച നടത്തേണ്ടി വരും. അതിൻ്റെ ഭാഗമായിട്ടാവും നമ്മൾ ഇപ്പോൾ ഇവിടുന്ന് ഒരു കുട്ടിയെ വന്നിട്ടുള്ളൂ, അല്ലെങ്കിൽ 2 കുട്ടിയെ വന്നിരിക്കുന്നത്. വായനശാലയിൽ അത്ര എല്ലാ കുട്ടി വരും. അപ്പോൾ അവരെ വെച്ചുകൊണ്ട് നിങ്ങളുടെ വായനശാലയിലും ഒരു പക്ഷേ പഞ്ചായത്ത് നേതൃത്വ സമിതി കൂടിയിട്ട് വായനശാലകളുടെ ഇങ്ങനെ ഷെയറിങ് വല്ല സാധ്യത. ഒരു വായനശാലയിൽ മറ്റൊരു വായനശാല കാണാൻ പോകരുത്. അങ്ങനെയുള്ള വ്യത്യസ്തമായ കുറേ പരിപാടികൾ കുട്ടികൾ കുറച്ചേ നിർദ്ദേശിച്ചിട്ടുള്ളൂ. കുട്ടികളോട് ചോദിച്ചാൽ നിർദ്ദേശിക്കും. കുട്ടികളുടെ കുറച്ചുകൂടി പരിപാടികൾ നിർദ്ദേശിച്ചിട്ടുണ്ടെന്ന് തോന്നുന്നു. ഇതാണ് ഇതിൻ്റെ ഒരു നെറ്റ് ഔട്ട്കം. ഇന്നത്തെ
നമ്മൾ ഈ ഒന്നിച്ചിരുന്നതിൻ്റെ ഒരു ഔട്ട്കമായിട്ട് കരുതേണ്ടത് ഇതിനനുസരിച്ച് നിങ്ങളുടെ ലൈബ്രറിയുടെ പ്രാഥമിക സംഘ രൂപമായ പഞ്ചായത്ത് നേതൃസമിതിയിലും ഇതിൻ്റെ ചർച്ചകൾ നടക്കണം. അവിടെയൊക്കെ ഇങ്ങനെ കുട്ടികളെ വിളിച്ചുകൊണ്ട് ഇങ്ങനത്തെ ചില പരിപാടികൾ ആസൂത്രണം ചെയ്യണം. അത് കുറച്ചുകൂടി എളുപ്പമാവും. ഇത്രയും കുട്ടിയൊന്നും അവിടെ വരില്ല. അപ്പോൾ നമുക്ക് കുറേ കൂടി നടത്താൻ സൗകര്യമാവും. ഒരു ദിവസം മുഴുവൻ വേണമെന്നില്ല. രാവിലെ തുടങ്ങി ഉച്ചയ്ക്ക് തുടങ്ങി വൈകുന്നേരം വരെയൊക്കെയുള്ള ഇടയ്ക്കിടയ്ക്ക് കൂടുന്ന, ഓരോ തവണ കൂടുമ്പോഴും വ്യത്യസ്തമായ ഓരോ പണികൾ ചെയ്യുന്ന ഒരു സംഘം കുട്ടികൾ. അതിൻ്റെ ചില പണികളൊക്കെ ചെയ്യുന്നു. ഇപ്പോൾ ഇവിടെ കണ്ടു സൈക്കിള് കേടുവന്നിട്ട് നേരെയാക്കുന്ന ഒരു കുട്ടികളൊക്കെ ചെയ്യുന്നു. ഇതൊക്കെ കുട്ടിക്ക് ചെയ്യാൻ പറ്റുന്നതാണ്. ചില സാധനങ്ങൾ റിപ്പയർ ചെയ്യല് ഒരു പ്രധാനപ്പെട്ടാണ്. റിപ്പയർ ചെയ്യാൻ പറഞ്ഞാൽ ഒരുപാട് ഉപകരണമുണ്ട് നമ്മുടെ കയ്യിലൊക്കെ. ഈ സ്ക്രൂ ഡ്രൈവർ ഉണ്ട്. എങ്ങനെ സ്ക്രൂ ഡ്രൈവർ ഉപയോഗിക്കാം, അല്ലെങ്കിൽ ടെസ്റ്റർ ഉണ്ട്, അതെങ്ങനെ ഉപയോഗിക്കും. ഇങ്ങനത്തെ സാധനങ്ങളൊക്കെ ഉപയോഗിക്കാനുള്ള ഒരു ധൈര്യം കുട്ടിക്ക് കിട്ടുകയും അങ്ങനെ കുട്ടിയുടെ പ്രവർത്തനക്ഷമത വർദ്ധിപ്പിക്കുകയും ഇങ്ങനെയൊക്കെ ചെയ്യുന്ന പറഞ്ഞാൽ തീരാത്തത്രയും പണികൾ നമ്മുടെ ബാലവേദികളിൽ കൂടി നടക്കേണ്ടതുണ്ട്. അപ്പോഴേ നമ്മുടെ കൂടെ കുട്ടികൾ വരും. ഈ കുട്ടികളാണ് നാളെ എല്ലാത്തരം മത വേർതിരിവുകൾക്കും ആൺപെൺ വേർതിരിവുകൾക്കും എല്ലാം അതീതരായിട്ട് ഒരു നല്ല ചുറ്റുപാട് നമുക്ക് ചുറ്റും, നമ്മൾ ഇന്ത്യ മൊത്തമോ കേരളത്തിന് മൊത്തമോ പാലക്കാടിൻ്റെ മൊത്തം ഒന്നും കാണണ്ട, നമ്മുടെ വായനശാലയ്ക്ക് ചുറ്റുമുള്ള കുട്ടികൾ എല്ലാ വേർതിരിവിലും വിട്ട് എന്തിനും ഒന്നിച്ചു ചേരുന്നവരാണ്. പ്രായ വ്യത്യാസം വന്നത് ഇവിടെ നോക്കൂ, ചെറിയ കുട്ടികളുള്ള ഗ്രൂപ്പാണ് കൂടുതൽ ആക്റ്റീവായത്. അത് വേണം, നമ്മളിലേക്ക് എത്തിക്കാൻ വേണം. അതിനുള്ള ശ്രമങ്ങൾ നടത്തട്ടെ എന്ന് പറഞ്ഞുകൊണ്ട് ഏതാണ്ട് പറഞ്ഞു തീർത്തു തോന്നുന്നു. പേര് ഭാഷ അതെ. ഇവിടെ വലിയ ഗ്രൂപ്പ് ബാലവേദി കുട്ടികളുടെ ബാലവേദി നടക്കുന്ന പ്രവർത്തനം ലിസ്റ്റ് ചെയ്താണ്. അതിന് എനിക്ക് ഗ്രൂപ്പ് തരാൻ വിശ്വാസം കൊടുക്കും. പല ഗ്രൂപ്പുകളും തന്നിങ്ങനെ കലാത്മക വിശ്വാസം കൊടുക്കാം. സന്തോഷമുള്ള കാര്യമാണ്. നിങ്ങളെന്നെ ഞങ്ങളുടെ നിർദ്ദേശത്തിൽ പറഞ്ഞിട്ട് വായനശാലയിൽ നമ്മുടെ വായനയിൽ നിർബന്ധമായി കുട്ടികൾക്ക് ഏറ്റവും ഇഷ്ടമുള്ള പണിയാണ് ഒന്ന് കളി, മറ്റൊന്ന് നാടകം. അപ്പൊ നമുക്ക് പറ്റുന്ന നമ്മുടെ വായനശാലയിലുള്ള കൊച്ചു കഥകൾ കുട്ടികൾക്ക് പറ്റാവുന്ന സംഗതികൾ എടുത്ത് അവർക്ക് കൊടുത്താലോട് നാടകമാക്കാമെന്ന് ഇവിടെ ചില ആളുകൾ ചോദിക്കുമ്പോൾ ഇത് എഴുതി ഉണ്ടാക്കേണ്ടതാണ്. അവതരണത്തിനോട് നമുക്ക് എഴുതി ഉണ്ടാക്കേണ്ട ചോദിച്ചു. ഒരു കാരണത്തിന് കുട്ടികളെ കൊണ്ടാത്ത എഴുതേണ്ട കാര്യമില്ല. ഇംപ്രൈസേഷൻ എന്ന് പറയാം. ഇരുന്നോർത്ത് എന്നിട്ട് അവരെന്ത് ചെയ്യണം? ഇരുന്നോർത്ത് എന്ന് പറയാം. ആദ്യം നാടകം ഇരുന്നോർത്ത് എന്ന് പറയുകയും പിന്നീട് അവതരിപ്പിക്കുകയും ചെയ്തതിന് ശേഷം പിന്നീട് നമുക്ക് വേണമെങ്കിൽ എന്ത് ചെയ്യാം, അതിൽ എഴുതാം. ആദ്യഘട്ടത്തിൽ ഒരു തടസ്സം എന്തെയ്യുക, കുട്ടികളെ നടന്ന് മുമ്പ് എഴുത്തുണ്ടായിക്കൂടാ. അവതരണത്തിന് ശേഷം അതിനുള്ള ചർച്ചയ്ക്ക് ഇങ്ങനെ എങ്ങനെ മെച്ചപ്പെട്ടാൽ നമ്മൾ ചർച്ചകൾക്ക് ശേഷമാവും കുട്ടികളുടെ വട്ടം നാടകം എഴുതിണ്ടാക്കാം. അവിടെ നല്ല നാടകം ആവുള്ളൂ. അല്ലെങ്കിൽ അവർ എഴുതി പറയാൻ വേണ്ടി ശ്രമിക്കും. എഴുതി പറയാൻ വേണ്ടി ശ്രമിച്ചാൽ നാടകത്തിന്റെ സാധ്യത പരമാവധി ചോർന്നു പോകാൻ ചെയ്യുക. അങ്ങനെ അല്ലാത്തൊരു പ്രവർത്തനമാണ് നമുക്ക് നടക്കുന്നത്. എന്നായാലും ഞാൻ നേരത്തെ അവിടെ സൂചിപ്പിച്ചു, ബാലവേദി നടക്കുന്ന പ്രവർത്തനങ്ങളെ കുറിച്ച് നമുക്ക് യാതൊരു സംശയമില്ല. ഇഷ്ടംപോലെ അവിടെ എഴുതി കൊടുത്തിട്ടുണ്ട്. ആ എഴുതി കൊടുത്ത സാധനങ്ങൾ വീണ്ടും നമുക്ക് അതിനുള്ള പരിശോധന നടത്തി ഇതിൽ ഏതെല്ലാം മേഖല പിന്നീട് നമുക്ക് ഓരോ മേഖലയുമായി ബന്ധപ്പെട്ട് പിന്നീട് ലൈബ്രറി കൗൺസിൽ എന്ത് ചെയ്യാൻ പറ്റുന്നുള്ള ആളുകൾ പിന്നീട് നമുക്ക് വീണ്ടും നടത്താം. അത് പക്ഷെ നാടകത്തിന്റെ ശില്പശാലയാവാം, ചിലപ്പോൾ കൈകളുടെ ശില്പശാലയാവാം, ചിലപ്പോൾ ഡോക്യുമെന്റിന്റെ ശില്പശാലയാവാം. അതിന്റെ സാധ്യതകൾ നമുക്ക് പിന്നീട് പരിശോധിച്ചിട്ട് തുടർന്ന് വരുന്ന കാര്യങ്ങളിൽ അതുമായി ബന്ധപ്പെട്ട പ്രവർത്തനങ്ങൾ നമ്മൾ ചേർക്കണമെന്ന് മാത്രമാണ് അതുമായി ബന്ധപ്പെട്ട് പറയേണ്ടത്. സർഗോത്സവത്തിൽ പങ്കെടുത്ത കുട്ടികൾക്ക് സർട്ടിഫിക്കറ്റ് കൊടുക്കുന്നുണ്ടോ? നാളെ ജില്ലയിൽ പങ്കെടുക്കുന്ന സർഗോത്സവത്തിൽ പങ്കെടുക്കുന്ന കുട്ടികൾ ഇവിടെ ഉണ്ടോ? നാളെ ജില്ലയിൽ ഒന്ന് എണീറ്റില്ല. നാളെ സർഗോത്സവം ജില്ലയിൽ പങ്കെടുക്കുന്ന കുട്ടികൾ ഒന്ന് എണീറ്റിപ്പോ. ഒരാള്, രണ്ടാള് ഇല്ലേ പങ്കെടുക്കുന്ന കുട്ടികളാണ്. അപ്പൊ 3, 4, 5 പേര് അവിടെ 6 പേരുണ്ട്. 6 ചോദിച്ചു മാത്രമല്ല 6 പേരുണ്ട്. ഇതെന്ത് സംഭവം? സർഗോത്സവത്തിനോ? അങ്ങനെ
ചൂടോ? ആ. ആരുമല്ല. അപ്പൊ ഇനി എന്ത് വേണം? സ്കൂള് പൂട്ടിയിട്ട് നിങ്ങളുടെ വായനശാലയിൽ പോയിട്ട് വായനശാലയുടെ സെക്രട്ടറിയെ പ്രസിഡന്റിനെ കണ്ടിട്ട് ഇതേപോലെ നിങ്ങളുടെ വീടിന്റെ അടുത്ത് ഉള്ള വായനശാലയിൽ ബാലവേദി ക്യാമ്പ് വിളിച്ചുകൊണ്ടാണ്. അവിടെ എന്തിനാണോ അവിടെ കുട്ടികൾക്ക് ഇഷ്ടപ്പെട്ട കാര്യങ്ങളൊക്കെ നിങ്ങൾ ഒരുക്കി വെക്കണം, ഭംഗിയായിട്ട് അത് നിർവഹിക്കണം. ഇവിടെ പങ്കെടുത്ത എല്ലാ കുട്ടികൾക്കും ഒരു സർട്ടിഫിക്കറ്റ്, നിങ്ങൾ ഈ ബാലവേദി ക്യാമ്പിൽ പങ്കെടുത്തു എന്ന് പറയുന്ന ഒരു സർട്ടിഫിക്കറ്റ് എല്ലാ കുട്ടികൾക്കുണ്ട്. അതിപ്പോൾ വിതരണം ചെയ്യും. അത് വാങ്ങിച്ചിട്ട് നിങ്ങൾ പോകാവൂ. അത് കേട്ടോ. അപ്പൊ ആദ്യം സർഗോത്സവത്തിന്റെ സർട്ടിഫിക്കറ്റ് ആണ്. അത് വിതരണം ചെയ്യുന്നതിനെ പറ്റി പറയാൻ ശശി മാഷിട്ടുണ്ട്. കഴിഞ്ഞ ശനിയാഴ്ച ഷൊർണൂർ KVL ഹൈസ്കൂൾ വെച്ച് നടന്ന ആരോഗ്യ സർഗോത്സവ പരിപാടിയിൽ പങ്കെടുത്ത് 1ഉം 2ഉം 3ഉം സമ്മാനം നേടിയ വിദ്യാർത്ഥികൾക്ക് സർട്ടിഫിക്കറ്റ് കൊടുക്കുന്ന വീഡിയോ ഞങ്ങൾക്ക് ഇതിൽ ഉൾപ്പെടുത്താൻ സാധിച്ചില്ല, സ്പേസ് ഇല്ലാത്തതുകൊണ്ട്. പക്ഷെ ഞങ്ങൾ ലൈവ് ഇട്ടിട്ടുണ്ട്. ലൈവ് വേണ്ടവർ കാണാവുന്നതാണ്. വളരെ നല്ലൊരു എക്സ്പീരിയൻസ് ആയിരുന്നു ഞങ്ങൾക്ക് ഈ ഒരു ഡേ കിട്ടിയിട്ടുണ്ടായിരുന്നത്. അപ്പോൾ ബാലവേദിയിലെ കോർഡിനേറ്റേഴ്സിനൊക്കെ വളരെ നന്ദിയുണ്ട്. നമ്മുടെ നാട്ടിലെ വായനശാലകളിലും ഇത്തരം പ്രോഗ്രാംസ് ഒക്കെ ഉണ്ടാകുമെന്നുള്ള പ്രതീക്ഷയോടെ ഞാൻ ഈ വീഡിയോ മൈൻഡപ്പ് ചെയ്യുന്നു. അപ്പോൾ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, പിന്നെ സബ്സ്ക്രൈബ് കൂടി ചെയ്യുക. നമുക്കൊരു അടുത്ത വീഡിയോയുമായി കാണാം. സ്റ്റേ ട്യൂൺഡ്. ബൈ.